നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് സമാപനം. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് രാത്രി പൂരം ചടങ്ങിലൊതുക്കി. പുലർച്ചെ 3-ന് നിശ്ചയിച്ച വെടിക്കെട്ട് നടന്നത് ഇന്ന് രാവിലെ. അടുത്ത പൂരം 2025 മെയ് 6-ന്. തൃശൂർ പൂരം നടത്തിപ്പിനെതിരെ കെ മുരളീധരൻ. പകൽ വെടിക്കെട്ടും രാത്രി പൂരവുമെന്ന സ്ഥിതിയിലായെന്നും വെടിക്കെട്ടിന്റെ പൊലിമ പോയെന്നും കെ മുരളീധരൻ. ഓങ്ങല്ലൂർ വാടാനംകുറിശി മേഖലയിൽ ക്വാറികളിൽ വ്യാപക വിജിലൻസ് റെയ്ഡ്. വിജിലൻസിന്റെ പരിശോധന. ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത് മൈനിങ് ആൻഡ് ജിയോളജി, മോട്ടോർ വാഹന വകുപ്പ്, GST എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ. കേരളത്തിൽ ഇടതു സർക്കാരിനെ തകർക്കാൻ കോൺഗ്രസ് BJPയുടെ പിന്തുണ തേടുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വിചിത്രമെന്നും പ്രകാശ് കാരാട്ട്. കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ കോൺഗ്രസ് MPമാർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP. വാർത്തകൾ വിശദമായി. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനിലെത്തിയതോടെ തുടങ്ങിയ തൃശൂർ പൂരം 30 മണിക്കൂർ പിന്നിട്ട് ശനിയാഴ്ച ഉച്ചയോടെയാണ് അവസാനിച്ചത്. 2025 മെയ് 6-നാണ് അടുത്ത പൂരം. രാവിലെ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ മണികണ്ഠനാലിൽ നിന്നും നായിക്കനാലിൽ നിന്നും ശ്രീമൂലസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി. എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്തെത്തി ഇരുവിഭാഗത്തിന്റെയും മേളവും കുളമാറ്റവും നടന്നു. ഇതിനുശേഷമായിരുന്നു വടക്കുംനാഥനെ സാക്ഷിയാക്കി ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലൽ. തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലലിനു ശേഷമായിരുന്നു പകൽ വെടിക്കെട്ട്. ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. 2025 മെയ് 6-നാണ് അടുത്ത തൃശൂർ പൂരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം നടത്തിപ്പിനെതിരെ കെ മുരളീധരൻ. പകൽ വെടിക്കെട്ട് രാത്രി പൂരമെന്ന സ്ഥിതിയാക്കിയത് സർക്കാരാണെന്നും പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് കാണിച്ചത് ശുദ്ധ തോന്നിവാസ്യമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. വെടിക്കെട്ടിന്റെ പൊലിമ പോയെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും ഇതിനുള്ള അട്ടിമറി ശ്രമം എക്സിബിഷൻ മുതൽ തന്നെ തുടങ്ങിയിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് പൂരം കുളമാക്കിയെന്നും മുരളീധരൻ ആക്ഷേപിച്ചു. ഇന്നലെ സത്യത്തിൽ ജനങ്ങൾ ആത്മസംയമനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നലെ എന്തൊക്കെ സംഭവിക്കുകയായിരുന്നു തൃശ്ശൂർ. രണ്ടാമത്തെ കാര്യം, ഈ പോലീസിനെ ഇങ്ങനെ ആരാ കയറൂരിവിട്ടെ? പോലീസിനെ നിയന്ത്രിക്കാനും ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ട്, സംസ്ഥാന ഭരണകൂടമുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവർ നിയന്ത്രിച്ചില്ല? കണ്ടെടുത്തോളം ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ബോധവരുണ്ടാക്കിയതാണോ സംശയമുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താ? ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കമ്മീഷണറെ ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു. ഇന്നലെ ബ്രഹ്മസം നടത്തിയിട്ട് മുമ്പിൽ വെച്ച് വെറുതെ ആളുകളെ ചീത്ത പറയുക, പ്രകോപിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇന്ന കാലത്തൊരു ചർച്ച വെച്ചു. ഇന്ന കാലത്താണോ ചർച്ച നടത്തേണ്ടത്? ഇന്നലെ 11 മണി മുതൽ ഇന്ന് 6 മണി വരെ ജനത്തിനെ മുൾമനയിൽ നിർത്തി. ഇതിൽ വെടിക്കെട്ട് എപ്പോഴാണ് നടത്തിയത്? 7 മണിക്ക് പാറമേക്കാവിൻ്റെ 7:45 തിരുവമ്പാടി. ഞാൻ ഇന്നുണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ. എല്ലാ പൊലിമയും പോയില്ലേ? പകലാണോ വെടിക്കെട്ട് നടത്തുക? രാത്രി പൂരം നടത്തുക, പകൽ വെടിക്കെട്ട് നടത്തുക. അങ്ങനെയാണ്, നേരെ തിരിച്ചല്ലേ വേണ്ടത്. ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് BJPക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് ഉണ്ടാക്കി. ഓങ്ങല്ലൂർ വാടാനംകുറിശി മേഖലയിൽ ക്വാറികളിൽ വ്യാപക വിജിലൻസ് റെയ്ഡ്. ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, GST എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. പാലക്കാട് വിജിലൻസ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ്. ഓങ്ങല്ലൂർ വാടാനംകുറിശി മേഖലയിലെ ക്വാറികളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ക്വാറികളിൽ നിന്ന് ലോഡ് കയറ്റിയ വാഹനങ്ങൾ വിജിലൻസിന്റെ നേതൃത്വത്തിൽ തൂക്കിനോക്കി പരിശോധനയിൽ അനുവദിച്ച അളവിൽ കൂടുതൽ ഭാരം കയറ്റിയതായി കണ്ടെത്തി. മോട്ടോർ വാഹന വകുപ്പ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്, GST എന്നീ വിഭാഗങ്ങളുടെ സഹകരണത്തോടുകൂടിയായിരുന്നു റെയ്ഡ്. പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും വേ ബ്രിഡ്ജിൽ എത്തിച്ചായിരുന്നു ലോറികൾ തൂക്കിയത്. ശനിയാഴ്ച രാവിലെ 6:30-ന് റെയ്ഡ് ആരംഭിച്ചിരുന്നു. റെയ്ഡ് മണിക്കൂറുകളോളം നീണ്ടുനിന്നു. വിജിലൻസ് ഇൻസ്പെക്ടർമാരായ D. മിഥുൻ, അരുൺ പ്രസാദ്, SI-മാരായ നരേന്ദ്രൻ, അശോകൻ, ശശി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. BJPയെ കൂട്ടുപിടിച്ചാണ് കേരളത്തിലെ ഇടതു സർക്കാരിനെ കോൺഗ്രസ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ജനാധിപത്യത്തിന്റെ സംരക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും പാലക്കാട് പ്രസ് ദ മീറ്റേഴ്സ് ലീഡേഴ്സിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്.
ബി.ജെ.പിക്കും ആർ.എസ്.എസിനുമെതിരെ ജനം വിധിയെഴുതുമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഇടതുപക്ഷം പാർലമെന്റിലുണ്ടെങ്കിലേ മതനിരപേക്ഷത ശക്തിപ്പെടുകയുള്ളൂ. പൗരത്വ നിയമത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തത് ഇടതുപക്ഷമാണ്. കേരളത്തിലെ LDF സർക്കാർ ഈ നിയമം നടപ്പാക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ വിമർശിച്ചതിന് മറുപടി പറയുകയായിരുന്നു കാരാട്ട്. Different from that of the Modi government's economic policy, because the left has been the most consistent opponents and fighters against the policies of liberalization and privatization. In this context, in this election battle, it is true that Kerala, because of the strength of the LDF and the left movement here, the BJP is not going to be able to make any headway. They had no seats in parliament ever in Kerala, and that situation is going to continue in this election also. So the issue is at the national level, which is the force which can go and take the best and the firmest positions in defense of democracy, secularism and for പാലക്കാട് മണ്ഡലം LDF വികസനരേഖാ പ്രകാശനം CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന് നൽകി നിർവഹിച്ചു. മുൻ മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ, NN കൃഷ്ണദാസ്, NCP ജില്ലാ പ്രസിഡന്റ് K. രാമസ്വാമി, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ ഒരക്ഷരം പോലും ഉരിയാടാൻ കോൺഗ്രസ് MPമാർക്കായിട്ടില്ലെന്നും BJPയെ കോൺഗ്രസ് ഭയക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. മങ്കരയിൽ LDF പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. BJP ഭരണത്തിലേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്തുകളിൽ ഒന്നാണ് ഈ തമ്മിൽ തല്ലിക്കുക എന്ന് പറയുന്നത്. പെൺകുട്ടികളെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വീടുകളിൽ നിന്ന് തട്ടിയെടുത്ത് അവരെ നഗ്നരാക്കി പരേഡ് ചെയ്ത് ബലാത്സംഗം ചെയ്ത് അത് ചിത്രീകരിച്ച് ജനങ്ങൾക്ക് അയച്ചു കൊടുത്തു. ആർക്കും വീടുകളിൽ കഴിയാൻ പറ്റില്ല. ഗർഭിണിയായ സ്ത്രീകള് ഈ നഗര ഷെഡിൽ ഒരുക്കിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രസവിക്കുന്നു, കുഞ്ഞുങ്ങൾ മരിക്കുന്നു. പരിപാടിയിൽ ചെയർമാൻ ER ശശി അധ്യക്ഷനായി. PA ഗോകുൽദാസ്, അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA, V. സേതുമാധവൻ, CM അബ്ദുൾ റഹ്മാൻ, CK ചെന്താമരാക്ഷൻ, N. തങ്കപ്പൻ, ജയപ്രകാശ്, OM മോഹൻരാജ്, K. അനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മനുശ്ശേരിയിൽ LDF ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി നടന്നു. മനുശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റാലി തൃക്കങ്ങോട്ട് പൊതുസമ്മേളന നഗരിയിൽ സമാപിച്ചു. റാലിക്ക് ശേഷം നടന്ന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 28 സംസ്ഥാനങ്ങളിൽ നിയമസഭയിൽ തലവേദനയ്ക്ക് നെറ്റിയിൽ അരച്ചിടാൻ ഒരു കഷ്ണം BJP MLA കിട്ടാത്ത ഏക സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ കേരളമാണ്. ഞങ്ങളാണ് BJPയെ തോൽപ്പിച്ചത്, നിങ്ങളല്ല എന്നുള്ള മനസ്സിലാക്കണം. 2016 തെരഞ്ഞെടുപ്പിൽ അബദ്ധത്തിൽ നിങ്ങളുടെ പിന്തുണയോടുകൂടി കോൺഗ്രസിന്റെ വോട്ടോട് കൂടിയാണ് നേമത്തെ O. രാജഗോപാൽ ജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇതേപോലെ ഒരു ഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ആ ഒരു അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. നേമത്തെ ആ അക്കൗണ്ട് പൂട്ടിച്ചു. ഒറ്റ MLA പോലുമില്ല BJPക്ക് കേരളത്തിൽ. ഒരു MLA പോലുമില്ലാത്ത BJPക്ക് MLA പോലുമില്ലാത്ത കേരളത്തിൽ, 20 ലോക്സഭാ മണ്ഡലത്തിലും 3ാം സ്ഥാനത്തുള്ള BJPയുള്ള കേരളത്തിൽ നിങ്ങൾ വന്നിട്ട് മത്സരിച്ചിട്ട് ഞാൻ മോദിയെ നേരിടുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? മനുശ്ശേരി ലോക്കൽ സെക്രട്ടറി K. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി B. വെങ്കിട്ട്, LDF ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി MR മുരളി, CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, LDF നേതാക്കളായ K. ഗംഗാധരൻ, K. ഭാസ്കരൻ, C. മോഹൻദാസ്, M. ഗോപാലകൃഷ്ണൻ, ഐക്കര നാരായണൻ, P. ശ്രീലത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് SYS പ്ലാറ്റൂൺ അസംബ്ലി നടത്തി. വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ണിമറം പാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയോടെയാണ് അസംബ്ലിക്ക് തുടക്കമായത്. ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ
SYS പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സജ്ജമാക്കിയ 1000-ലധികം സന്നദ്ധ സേനാംഗങ്ങളുടെ പ്ലാറ്റൂൺ അസംബ്ലിക്കാണ് ഒറ്റപ്പാലത്ത് സമാപനമായത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 കണ്ണിയമ്പുറം പാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്ലാറ്റൂൺ അംഗങ്ങളുടെ റാലി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സമാപിച്ചു. പ്ലാറ്റൂൺ അംഗങ്ങൾക്ക് അഭിവാദ്യമർപ്പിച്ച് നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും റാലിക്ക് പിന്നിൽ അണിനിരന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി മാരായമംഗലം അബ്ദുൾ റഹ്മാൻ ഫൈസി സമാപന സംഗമം ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അബ്ദുൾ റഷീദ് സഖാഫി കുറ്റ്യാടി മുഖ്യപ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് ഹാജി കാരാകുർശി, ഫിനാൻസ് സെക്രട്ടറി K ഉമർ മദനി വിളയൂർ, SMA ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് ഫൈസി കോങ്ങാട്, SSF ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് സഖാഫി ഒറ്റപ്പാലം, ജനറൽ സെക്രട്ടറി ജാഫർ മണ്ണാർക്കാട് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ മനസ്സൊരിക്കലും അനുവദിക്കുകയില്ല. ഈ മഹത്തായ ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഈ ഭാരതത്തെ ഏതെങ്കിലും കടിച്ചു കൊല്ലുന്ന എച്ചിപ്പട്ടികൾക്ക് വിളിച്ചൊരുത്തി കൊടുക്കുക. SYS ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അഹ്സനി ആനക്കര, ജനറൽ സെക്രട്ടറി അബൂബക്കർ അവണക്കുന്ന്, ഫിനാൻസ് സെക്രട്ടറി റഷീദ് അഷ്റഫി ഒറ്റപ്പാലം, മറ്റ് ക്യാബിനറ്റ് പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് നൂറുൽ ഇസ്ലാം മദ്രസയിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. സ്മാർട്ട് ക്ലാസ് റൂം മഹൽ പ്രസിഡന്റ് KS കലന്തറും പ്രവേശനോത്സവം മഹൽ ഖത്തീബ് ഉസ്താദ് മൻസൂർ അലിയും ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മഹൽ ജനറൽ സെക്രട്ടറി PA അബ്ദുൽ കരീം അധ്യക്ഷനായി. ഖജാൻജി MA മുഹമ്മദ് അലി, ഉസ്താദ് ജാഫർ അൽ ഹസനി, PK സിദ്ദിഖ്, MM സയ്യിദ് എന്നിവർ സംസാരിച്ചു. സദ്ദർ മൂവലീം ഉമർ ദാരിമി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജാഫർ റഹീമി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1987-88 ബാച്ച് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രധാനാധ്യാപിക അജിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ തന്നെ നേരത്തെ വായിച്ചു, കുറേ കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ആളുകൾ ചിലപ്പോൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന, വളരെയധികം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് താങ്ങും തണലുമാവാനും, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ആ ആളുകൾക്ക് നിങ്ങളാൽ പറ്റുന്ന നിങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ചടങ്ങിൽ ഉണ്ണികൃഷ്ണ പണിക്കർ അധ്യക്ഷനായി. പൂർവ്വകാല അധ്യാപകരായ മേഴ്സി, വത്സല, ജനാർദ്ദനൻ എന്നിവരെയും വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലനെയും പരിപാടിയിൽ വെച്ച് ആദരിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലനെയും പ്രധാനാധ്യാപിക അജിതയെയും ഉപഹാരം നൽകിയും പൊന്നാടി അണിയിച്ചും ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ സ്കൂളിലേക്ക് ആവശ്യമായ ഇൻവെർട്ടർ പരിപാടിയിൽ കൈമാറി. P ഷിബു, PM ജയചന്ദ്രൻ, ജനാർദ്ദനൻ മാസ്റ്റർ, മേഴ്സി, വത്സല, കല്ലൂർ ബാലൻ, റഷിയാമ്മ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തിയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളം എന്ന മാനവികതാ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രഭാഷണ പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം V മുരളി ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ചെറുതുരുത്തി, നെടുമ്പുര യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. പുഗാസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോഫി കേരളം എന്ന മാനവികതാ പ്രഭാഷണം നടത്തി. പുഗാസ മേഖലാ സെക്രട്ടറി NK രാധാകൃഷ്ണൻ, MS ശ്രീധരൻ, കലാമണ്ഡലം ഗോപകുമാർ, സുബിൻ ചെറുതുരുത്തി എന്നിവർ സംസാരിച്ചു. ഒരേ ഒരു കാര്യമില്ല. ഒന്നാം സ്ഥാനത്ത് വന്ന കാര്യം എന്താണ്? നമ്മുടെ ജനസംഖ്യയിൽ ചൈന 140 തന്നെ പോലെ നമ്മൾ 144 കോടിയിൽ ഒന്നാം സ്ഥാനം നേടി. ആകെ ഒരു ഒന്നാം സ്ഥാനം നേടിയ ഒരു കാര്യം. അങ്ങനെ നമ്മൾ കുതിക്കുമ്പോൾ ഈ 144 കോടി ജനങ്ങളിലെ 14% വരുന്ന മുസ്ലിങ്ങൾ നമ്മളിൽ പെടില്ല എന്നാണ്. നമ്മളിൽ പെടില്ല. അപ്പൊ ആരാ നമ്മള്? 2.3% വരുന്ന ക്രിസ്ത്യാനികൾക്ക് പെടില്ല എന്നാണ്. ആരാ നമ്മള് ഹിന്ദുക്കൾ ആണ്. നമുക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു.
അത് സുവർണഭൂതകാലമായി മാറണം. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കോട്ടായി പെരുംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേലയാഘോഷം നടന്നു. കോട്ടായി മേഖലയിലെ അവസാന വിഷുവേലയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയത് നൂറുകണക്കിന് ആളുകൾ. വിഷുവേല ദിവസം വൈകുന്നേരം വിവിധ ദേശവേലകളുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടെ റോഡും വഴികളുമെല്ലാം ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. വെള്ളിയാഴ്ച വൈകുന്നേരം 6-ന് വിവിധ ദേശവേലകൾ ചെമ്പൈ ശിവക്ഷേത്രം മൈതാനിയിൽ സംഗമിച്ച് രാത്രി 8-ന് വേലകൾ കാവുകയറി. വിവിധ വാദ്യമേളങ്ങൾ, ആന, കാള, കുതിര, പൂതൻ, തിറ, വണ്ടിവേഷങ്ങൾ, വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവ വേലയെഴുന്നള്ളിപ്പിന് അകമ്പടിക്കാരായി. ന്യൂസ് ബ്യൂറോ കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് സമാപനം. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് രാത്രി പൂരം ചടങ്ങിലൊതുക്കി. പുലർച്ചെ 3-ന് നിശ്ചയിച്ച വെടിക്കെട്ട് നടന്നത് ഇന്ന് രാവിലെ. അടുത്ത പൂരം 2025 മെയ് 6-ന്. തൃശൂർ പൂരം നടത്തിപ്പിനെതിരെ കെ മുരളീധരൻ. പകൽ വെടിക്കെട്ടും രാത്രി പൂരവുമെന്ന സ്ഥിതിയിലായെന്നും വെടിക്കെട്ടിന്റെ പൊലിമ പോയെന്നും കെ മുരളീധരൻ. ഓങ്ങല്ലൂർ വാടാനംകുറിശി മേഖലയിൽ ക്വാറികളിൽ വ്യാപക വിജിലൻസ് റെയ്ഡ്. വിജിലൻസിന്റെ പരിശോധന. ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത് മൈനിങ് ആൻഡ് ജിയോളജി, മോട്ടോർ വാഹന വകുപ്പ്, GST എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ. കേരളത്തിൽ ഇടതു സർക്കാരിനെ തകർക്കാൻ കോൺഗ്രസ് BJPയുടെ പിന്തുണ തേടുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വിചിത്രമെന്നും പ്രകാശ് കാരാട്ട്. കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ കോൺഗ്രസ് MP മാർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.